Hi, hello. എല്ലാവർക്കും SAPയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. So, today we are going to discuss about ledger creation in SAP. നമ്മൾ ഇതുവരെ എങ്ങനെയാണ് ഒരു SAP സോഫ്റ്റ്വെയറിൽ കമ്പനി ക്രിയേറ്റ് ചെയ്യാം, കമ്പനി കോഡ് ക്രിയേറ്റ് ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള സെറ്റിംഗ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാനും അസൈൻ ചെയ്ത് കൊടുക്കാനും പഠിച്ചു അല്ലേ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. നമ്മുടെ കമ്പനിയിൽ ട്രാൻസാക്ഷൻസ് ചെയ്യുമ്പോൾ അവിടെ മെയിനായിട്ട് വേണ്ട ഒരു സംഭവമാണ് എന്ത്, ലെഡ്ജേഴ്സ് എന്ന് പറയുന്നത്. ആദ്യം തന്നെ ലെഡ്ജർ എന്താണെന്ന് നോക്കിയാലോ. എക്സാമ്പിളായിട്ട് എൻ്റെ കമ്പനിയിൽ എനിക്കിപ്പോൾ ഒരു കമ്പനി ഉണ്ടെങ്കിൽ അവിടെ ഇൻസൈഡ് ആയാലും ഔട്ട് സൈഡ് ആയാലും കുറേ ട്രാൻസാക്ഷൻസ് ഉണ്ടാകുമല്ലേ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണ്, ഞാൻ സാലറി കൊടുത്തു, വേജസ് കൊടുത്തു, പർച്ചേസ് ചെയ്തു, സെയിൽസ് ചെയ്തു, ഇതിനെല്ലാം ഓരോ ട്രാൻസാക്ഷൻസ് ഉണ്ടാകും, അതായത് ജേണൽ എൻട്രീസ് ഉണ്ടാകും. ഈ ജേണൽ എൻട്രീസ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ സാലറി പേ ചെയ്തു, സാലറി പെയ്ഡ് ബൈ ക്യാഷ്, അതിൻ്റെ ജേണൽ എൻട്രി എന്താ, സാലറി അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് അല്ലേ. അവിടെ നമുക്ക് എത്ര ലെഡ്ജർ അക്കൗണ്ട്സ് ഉണ്ട്, സാലറിയും ഉണ്ട്, ക്യാഷ് അക്കൗണ്ടും ഉണ്ട്. സോ ഈ രണ്ട് ലെഡ്ജർ അക്കൗണ്ട്സും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലേ. സോ ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത്. നമുക്കിപ്പോൾ ഒരു കമ്പനിയിലാകുമ്പോൾ കുറേ ലെഡ്ജർ അക്കൗണ്ട്സ് ഉണ്ടാകും, ഇഷ്ടംപോലെ 1000+ ലെഡ്ജർ അക്കൗണ്ട്സ് ഉണ്ടാകും. സാലറി, റെൻറ്റ്, വേജസ്, പർച്ചേസ്, സെയിൽസ്, ക്യാപിറ്റൽ, അങ്ങനെയുള്ള ബാങ്ക് അക്കൗണ്ട്സ്, കുറേ ലെഡ്ജർ അക്കൗണ്ട്സ് ഉണ്ടാകും. ഇതെല്ലാം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കിയാലോ. SAP സോഫ്റ്റ്വെയറിൽ നമ്മൾ ഇതുവരെ കമ്പനി ക്രിയേറ്റ് ചെയ്തു, അതിന് വേണ്ടിയിട്ടുള്ള സെറ്റിംഗ്സും ആഡ് ചെയ്ത് കൊടുത്തു. ഇന്ന് നമ്മൾ ലെഡ്ജേഴ്സ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള കോഡാണ് ഏത്, FS00 എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് പ്രാക്ടിക്കൽസിലേക്ക് പോകാം. എങ്ങനെയാണ് SAP സോഫ്റ്റ്വെയറിൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഞാൻ എൻ്റെ SAP സോഫ്റ്റ്വെയർ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലെഡ്ജേഴ്സ് എങ്ങനെ എൻ്റെ കമ്പനി കോഡിലേക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള കോഡാണ് /FS00 എന്നുള്ളത്. അത് ഞാൻ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തപ്പോൾ ലെഡ്ജർ ക്രിയേഷനുള്ള പേജ് എനിക്ക് ഇവിടെ വിസിബിളായി. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എൻ്റെ കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ലെഡ്ജേഴ്സ് എല്ലാം എനിക്ക് വിസിബിൾ ആകും. ഇവിടെ ഞാനൊന്നും ക്രിയേറ്റ് ചെയ്യാത്ത കാരണം ഇപ്പോൾ ഇവിടെ ഫുള്ള് ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത്. റൈറ്റ് സൈഡിലാണ് ഞാൻ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ചോദിച്ചേക്കുന്നത്. സോ ഫസ്റ്റ് വൺ ആയിട്ട് ഞാൻ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ക്യാഷ് അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ക്യാഷ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാം. ഫസ്റ്റ് ഓപ്ഷനാണ് നമുക്ക് ലെഡ്ജേഴ്സ് സെർച്ച് ചെയ്യുവാനായിട്ടുള്ളത്. ഇവിടെ ഒരു പേജിൻ്റെ സൈൻ ഉള്ളതാണ് ക്രിയേറ്റ് ചെയ്യുവാൻ. നെക്സ്റ്റ് വണ്ണാണ് ഡിസ്പ്ലേ ചെയ്യാൻ. ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലെഡ്ജർ ഡിസ്പ്ലേ ചെയ്യിക്കുവാനായിട്ടാണ് ഈ ഒരു ഓപ്ഷൻ വന്നേക്കുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ചേഞ്ച് എന്നുള്ളത്. ഓൾറെഡി ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു ലെഡ്ജറിനെ എഡിറ്റ് ചെയ്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുവാനുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചേഞ്ച് ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ കോപ്പി ചെയ്യുവാനായിട്ടും, പിന്നെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ബ്ലോക്ക് ചെയ്യുവാനോ ഡിലീറ്റ് ചെയ്യുവാനായിട്ടുള്ള ഓപ്ഷൻസാണ് ഇവിടെ നെക്സ്റ്റ് ചോദിച്ചേക്കുന്നത്. സോ ഞാനിവിടെ പുതിയത് ക്രിയേറ്റ് ചെയ്യുവാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് പുതിയൊരു ഡയലോഗ് ബോക്സ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. GL അക്കൗണ്ടും അതേപോലെ തന്നെ കമ്പനി കോഡും. എൻ്റെ കമ്പനി കോഡ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ കമ്പനി കോഡ് ഇവിടെ വന്നിട്ടില്ലെങ്കിൽ അവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ GL അക്കൗണ്ട് അവിടെ ഒരു നമ്പറാണ് കൊടുക്കേണ്ടത്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഓരോ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിന് ഓരോ നമ്പേഴ്സ് കൊടുക്കണം എന്നുള്ളത് അല്ലേ. ഇവിടെ അസറ്റിന് വേണ്ടിയിട്ട് ഞാൻ 1 to 1000 കൊടുത്തു, ലയബിലിറ്റിക്ക് വേണ്ടിയിട്ട് 1001 to 2000 കൊടുത്തു, എക്സ്പെൻസിന് വേണ്ടിയിട്ട് 2001 to 3000, അതേപോലെ തന്നെ ഇൻകം ഓർ റവന്യൂ അതിന് വേണ്ടിയിട്ട് 3001 to 4000 കൊടുത്തു അല്ലേ. സോ ഇവിടെ ഞാൻ ക്യാഷ് എന്ന് പറയുന്നത് ഏതിൻ്റെ അണ്ടറിലാണ് വരാം, അസറ്റിൻ്റെ അണ്ടറിലാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തേക്കുന്ന നമ്പർ ഏതാ, 1 മുതൽ 1000 വരെ. അതിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കാം. ഞാൻ അവിടെ ഫസ്റ്റ് ഒരു ഓർഡർ വരാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് 1 തന്നെ 1 എന്ന് കൊടുത്തിട്ട് ജസ്റ്റ് എൻ്റർ കൊടുക്കുമ്പോൾ റൈറ്റ് സൈഡിൽ എനിക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ചോദിച്ചേക്കുന്നതാണ് ക്യാഷ് അക്കൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുക. അതിൻ്റെ അണ്ടർ സെലക്ട് ചെയ്ത് കൊടുക്കണം. അണ്ടർ ഏതാ, ക്യാഷ് അക്കൗണ്ടിൻ്റെ അസറ്റ് ആണല്ലേ. അസറ്റ് ആണോ, എക്സ്പെൻസ് ആണോ, ഇൻകം ആണോ, ലയബിലിറ്റി ആണോ, ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്യാഷ് അക്കൗണ്ട് ആയതുകൊണ്ട് അത് അസറ്റ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി നെക്സ്റ്റ് ചോദിച്ചേക്കുന്നതാണ് P&L അക്കൗണ്ട് ആണോ ബാലൻസ് ഷീറ്റിലാണോ വരുക എന്നുള്ളത്. അസറ്റ് ആയതുകൊണ്ട് നമുക്ക് ഏത് അണ്ടറിലാണ് വരാം, അസറ്റ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൽ വരുന്നത് കൊണ്ട് ബാലൻസ് ഷീറ്റ് എന്നുള്ള ഓപ്ഷൻ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ ഡിസ്ക്രിപ്ഷൻ്റെ അവിടെ ചോദിച്ചിട്ടുണ്ട് ഷോർട്ട് ടെക്സ്റ്റും ലോങ് ടെക്സ്റ്റും. ഇവിടെയാണ് ഓരോ ലെഡ്ജറിൻ്റെ നെയിം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾ എന്ത് ലെഡ്ജറാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതിൻ്റെ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. സോ ഇവിടെ ക്യാഷ് എന്ന് ഓൾറെഡി വന്നിട്ടുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ടൈം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വന്നിട്ടില്ലെങ്കിൽ ക്യാഷ് എന്നും ലോങ് ടെക്സ്റ്റിൻ്റെ അവിടെ ക്യാഷ് അക്കൗണ്ട് എന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ റെൻ്റാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് കൊടുക്കണം, റെൻ്റ് എന്നും കൊടുക്കണം. ലോൺ ടെക്സിൻ്റെ അവിടെ റെൻ്റ് അക്കൗണ്ട് എന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇത്രയുമാണ് ഫസ്റ്റത്തെ പേജിൽ നമുക്ക് ചെയ്യാനുള്ളത് ഒരു ലെഡ്ജർ ക്രിയേഷൻ്റെ. ഇനി നെക്സ്റ്റ് വണ്ണാണ് കൺട്രോൾ ഡാറ്റ. കൺട്രോൾ ഡാറ്റയിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ചോദിച്ചേക്കുന്നതാണ് കറൻസി. ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ലെഡ്ജർ ഏത് കറൻസിയിലാണോ വരേണ്ടത്
നോർമലായിട്ട് നമ്മൾ ഇന്ത്യയിലായതുകൊണ്ട് INR ആണ് വരേണ്ടത് അല്ലേ. സോ എൻ്റെ കമ്പനിയുടെ കറൻസി ആയ INR അവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ ചേഞ്ച് ആക്കി കൊടുക്കുന്നില്ല. ഇനി നെക്സ്റ്റ് ചോദിച്ചേക്കുന്നതാണ് ബാലൻസ് ഇൻ ലോക്കൽ കറൻസി. ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്ന ആ ഒരു ലെഡ്ജർ റിപ്പോർട്ട്സ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അവിടെ ഏത് കറൻസിയിലാണോ വരേണ്ടത്, ഞാൻ നോർമലായിട്ട് ബാലൻസ് ഇൻ ലോക്കൽ കറൻസി വിച്ച് മീൻസ് INR അല്ലേ, ഇന്ത്യൻ നാഷണൽ റുപ്പിയുടെ ആ ഒരു കറൻസിയിലാണ് അവിടെ വരേണ്ടത്. ഇനി നെക്സ്റ്റ് താഴേക്ക് നമുക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ലൈൻ ഐറ്റം ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാനുണ്ട്, അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത്, ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ലെഡ്ജർ അവിടെ വിസിബിൾ ആകാൻ വേണ്ടിയിട്ടാണ് ലൈൻ ഐറ്റം ഡിസ്പ്ലേ എന്ന് പറയുന്ന ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ഓപ്ഷൻ അവിടെ ടിക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട്സ് ലാസ്റ്റ് ട്രാൻസാക്ഷൻ എല്ലാം ചെയ്ത് നമ്മുടെ കമ്പനിയുടെ റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ലൈൻ ഐറ്റം ഡിസ്പ്ലേ എന്ന് പറയുന്ന ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അവിടെ കാണിക്കില്ല. സോ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. സോ അതവിടെ ടിക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നെക്സ്റ്റ് ചോദിച്ചേക്കുന്നതാണ് സോർട്ട് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാഷ് അക്കൗണ്ട് തന്നെ നമുക്ക് കുറേ ട്രാൻസാക്ഷൻസ് വരും. സോ അതെന്തിൻ്റെ ബേസിലാണോ അറേഞ്ച് ചെയ്ത് വരണ്ടേ, സോർട്ട് ചെയ്ത് വരണ്ടേ. ഞാനിവിടെ സോർട്ട് കീ കൊടുക്കാൻ പോകുന്നത് ഡേറ്റിൻ്റെ ബേസിലാണ്. ഡേറ്റിൻ്റെ ബേസ് ആകുമ്പോൾ ഇന്ന് വരുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം ഫസ്റ്റ് വരും, ഇന്നലത്തെ എല്ലാം അതിൻ്റെ താഴെ വരും. അങ്ങനെ ആ ഒരു ഓർഡറിൽ വരാൻ വേണ്ടിയിട്ടാണ് സോർട്ട് കീ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ സോർട്ട് കീ ഞാനിവിടെ ഡേറ്റിൻ്റെ ബേസിലായതുകൊണ്ട് 001 എന്നും പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, പോസ്റ്റിംഗ് ഡേറ്റ്. അല്ലെങ്കിൽ അവിടെ സെർച്ച് ബോക്സിൽ നിന്ന് പോസ്റ്റിംഗ് ഡേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പോസ്റ്റിംഗ് ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി നെക്സ്റ്റ് വൺ ആണ്, ഇതാണ് കൺട്രോൾ ഡാറ്റ എന്ന് പറയുന്ന പേജിൽ ചെയ്യുവാനായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വൺ ആണ് ക്രിയേറ്റ് ഓർ ബാങ്ക് ഓർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പഠിക്കും. സോ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ക്യാഷ് എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എന്തൊക്കെ ഓപ്ഷൻസ് ആണോ അവൈലബിൾ ആവേണ്ടത്, അതായത് ഒരു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് അവിടെ ഡേറ്റ് ചോദിക്കണം, ടെക്സ്റ്റ് ചോദിക്കണം, ബിസിനസ് ഏരിയ ചോദിക്കണം, അങ്ങനത്തെ ഉള്ള ഓപ്ഷൻസ് എല്ലാം അവിടെ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ അവിടെ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് നോർമൽ ആയിട്ടുള്ളത്, ക്യാഷ് എന്ന് പറയുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള ജനറൽ ലെഡ്ജർ ആയതുകൊണ്ട് അതിൻ്റെ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പാണ് G001. നോർമൽ ആയിട്ടുള്ള ലെഡ്ജേഴ്സിനെല്ലാം G001ഉം അതേപോലെ തന്നെ റീകൺസിലേഷൻ ആയ അക്കൗണ്ട്സിനെല്ലാം നമ്മൾ കൊടുക്കുന്നത് G06 ആണ്. റീകൺസിലേഷൻ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, കസ്റ്റമർ, വെൻഡർ, അസറ്റ്, അങ്ങനെയുള്ള അക്കൗണ്ട്സ് ആണ് റീകൺസിലേഷൻ അക്കൗണ്ട്. അതിനെല്ലാം G06 ആവണം. നോർമൽ ആയിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ട്സിനെല്ലാം G001 ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, കൺട്രോൾ എസ് കൊടുത്ത് സേവ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ എനിക്ക് കാണാം അസറ്റിൻ്റെ അണ്ടറിൽ എനിക്ക് ക്യാഷ് അക്കൗണ്ട് ക്രിയേറ്റ് ആയി. ഇപ്പോൾ നമ്മൾ ഒരു ലെഡ്ജർ ഇവിടെ ക്രിയേറ്റ് ആക്കി. ഇതേപോലെ തന്നെ ഞാൻ ഒരു ലെഡ്ജറും കൂടി ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. എക്സാമ്പിളായിട്ട് എക്സ്പെൻസിൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ ലയബിലിറ്റീൻ്റെ അണ്ടറിൽ ഏതെങ്കിലും ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് കമ്പനി കോഡ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ GL അക്കൗണ്ടിൻ്റെ അവിടെ എക്സ്പെൻസ് ആയതുകൊണ്ട് എക്സ്പെൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് തരാം. ഒരു എക്സ്പെൻസ് ഇപ്പോൾ സാലറി ക്രിയേറ്റ് ചെയ്യാം. സാലറി എന്ന് പറയുന്നതിന് ഞാൻ എക്സ്പെൻസിൻ്റെ നമ്പർ നമ്മൾ കൊടുത്തേക്കുന്നത് 2002, 2001 to 3000 ആണ്. സോ ഞാനിവിടെ 2001 എന്നുള്ളത് കൊടുത്തു, ജസ്റ്റ് എൻ്റർ കൊടുത്തപ്പോൾ ടൈപ്പ് ഓർ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പേജിലേക്ക് വന്നിട്ട് എക്സ്പെൻസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അസറ്റ്, എക്സ്പെൻസ്, ഇൻകം, ലയബിലിറ്റി, ഇതിൽ ഏതാണോ നിങ്ങളുടെ ലെഡ്ജറിൻ്റെ അണ്ടർ വരിക അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എക്സ്പെൻസ് എന്ന് പറയുന്നത് ഏതിൻ്റെ അണ്ടറിൽ വരാം, പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ അണ്ടറിലല്ലേ. ബാലൻസ് ഷീറ്റിൽ വരുന്നത് അസറ്റും ലയബിലിറ്റിയും, P&L വരുന്നത് എക്സ്പെൻസും ഇൻകവുമാണ്. സോ എക്സ്പെൻസും ഇൻകം വരുമ്പോൾ P&L സെലക്ട് ചെയ്ത് കൊടുക്കുക. ഷോർട്ട് ടെക്സ്റ്റും ലോങ് ടെക്സ്റ്റും കൊടുക്കുക. എന്ത് ലെഡ്ജറാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതിൻ്റെ നെയിം കൊടുക്കുക. നെക്സ്റ്റ് ആണ് കൺട്രോൾ ഡാറ്റയിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ കറൻസി വന്നിട്ടുണ്ട്. അതേപോലെ ബാലൻസ് ഇൻ ലോക്കൽ കറൻസി ടിക്ക് ചെയ്ത് കൊടുക്കുക. ലൈൻ ഐറ്റം ഡിസ്പ്ലേ ടിക്ക് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ എന്തിനാണെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലേ. അതേപോലെ തന്നെ സോർട്ട് കീ 001. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോവുക, ക്രിയേറ്റ് ഓർ ബാങ്ക് ഓർ ഇൻട്രസ്റ്റ്. ഇതിൽ വന്നതാണ് G001. എന്താണ്, ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ്. സാലറി എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു ലെഡ്ജർ ആയതുകൊണ്ട് G001 കൊടുക്കുക, കൺട്രോൾ എസ് കൊടുത്ത് സേവ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ അസറ്റിൻ്റെ അണ്ടറിൽ ഒരു ക്യാഷ് അക്കൗണ്ടും അതേപോലെ തന്നെ എക്സ്പെൻസിൻ്റെ അണ്ടറിൽ ഒരു സാലറി അക്കൗണ്ടും ഞാനിവിടെ ക്രിയേറ്റ് ആക്കി. ഇങ്ങനെയാണ് SAP സോഫ്റ്റ്വെയറിൽ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ വരും ക്ലാസ്സുകളിൽ എന്ത് ചെയ്യും, ട്രാൻസാക്ഷൻസ് ചെയ്യാനും റിപ്പോർട്ട്സ് എടുക്കാനും ഒക്കെ ആയിട്ട് ചെയ്യും. സോ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.